ഇന്ന് നമുക്ക് നല്ലൊരു മീൻകറി ഉണ്ടാക്കാം. തേങ്ങയില്ലാത്ത നല്ലൊരു മീൻകറി. ആദ്യം നമ്മൾ ചട്ടി വെച്ച് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ഒരു മീഡിയം ലെവൽ സൈസുള്ളൊരു സവാളയും കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. വല്ലാണ്ട് വഴണ്ട, നല്ലൊരു ബ്രൗൺ കളറിലേക്ക് വരണ്ട, അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഈ ഒരു കളറിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ ഞാൻ കുറച്ച് 2 ടീസ്പൂൺ ഒരു മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂണായിട്ട് മല്ലിപ്പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും കൂടി എടുത്ത് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് കുതിർക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് നമ്മുടെ ഈ വഴറ്റിയത് എടുത്ത് ഒന്ന് ഇടണം. അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ അതെടുത്ത് മിക്സിയിലിട്ട് അരപ്പാക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇടും, ആ മുളക് പൊടിയുടെ വെള്ളത്തിലേക്ക്. അതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയിൽ ആ ചട്ടിയിൽ തന്നെ കുറച്ചുകൂടെ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനുശേഷം നമുക്ക് ആ ചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് 2 പച്ചമുളകും 2 വെളുത്തുള്ളിയും കുറച്ച് ലേശം ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ വഴറ്റാം. അതിനിപ്പോൾ നമ്മൾ ഈ ഒന്ന് അരപ്പാക്കണം. നേരത്തെ എടുത്ത് വെച്ച സാധനങ്ങൾ ഒന്നടിച്ച് അരപ്പാക്കി ആ വഴറ്റിയ പച്ചമുളകിലേക്കൊക്കെ ഈ അരപ്പൊഴിച്ച് നമ്മൾ ഒന്നും കൂടി മൂപ്പിക്കും. അതുപോലെ ഒഴിച്ചിട്ട് നമ്മൾ ശരിക്കും അതിലൊന്നിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കും ഈ അരപ്പ്. അരപ്പ് ഈ ഒരു പാകമാകുമ്പോഴത്തേക്കും നമ്മൾ ആ അരച്ച മിക്സിയുടെ ജാറിലുണ്ടല്ലോ ബാക്കി ഉണ്ടാവുമല്ലോ അരപ്പിൻ്റെ അംശങ്ങൾ, അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കഴുകി അതിലേക്ക് തന്നെ ഒഴിക്കും. അരപ്പിലേക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കും കേട്ടോ. അതിനുശേഷം കുറച്ച് വാളംപുളി കലക്കി വെച്ചിട്ടുണ്ടാകും, വാളംപുളിയുടെ വെള്ളം, അത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കും. അതും പിന്നെ കൂടാതെ 2 അല്ലി കൊടംപുളി അതും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. 2 അല്ലി അത് മതിയാവും. മറ്റേ പുളിയും കൂടി ആകുമ്പോൾ പുളി അധികം കൂടാനും പാടില്ല. എന്നാലും വാളംപുളിയുടെ ചാറ് ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതൊരു പ്രത്യേക ടേസ്റ്റ് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഒഴിക്കുന്നത് കേട്ടോ. ഇനിയും ചാറ് വേണം എന്നുള്ളവർക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കറി കൂട്ടുമല്ലോ, കൂടുതൽ വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ വീട്ടിൽ ആൾക്കാരുള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. തിക്നെസ് ഉണ്ടാവും നമ്മുടെ കറിക്ക്. പിന്നെ അത്യാവശ്യം കറിക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് ആ പുളിയൊക്കെ അങ്ങോട്ട് പിടിക്കണം. അതിനൊപ്പം ഞാനിവിടെ കറിക്ക് എടുത്തേക്കണത് ചാളയാണ് കേട്ടോ. ചാള അത്യാവശ്യം വലിപ്പമുള്ളതാണ്. എനിക്കിങ്ങനെ അങ്ങനെ തന്നെ ഇട്ട് കറി വയ്ക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടൊന്ന് മുറിച്ചെടുക്കുകയാണ്. മുറിച്ച് നല്ല വൃത്തിയാക്കി വെച്ചേക്കുന്ന ചാള മുറിച്ചെടുത്ത് നമുക്ക് കറിയിലേക്ക് ആ അരപ്പൊന്ന് പുളിയൊക്കെ പിടിച്ചു എന്ന് തോന്നുന്ന സമയത്ത് ഒന്ന് ഇട്ട് കൊടുക്കും. ചാറ് തിളച്ചിട്ടില്ല, തിളച്ചൊന്ന് കുറുക്കണം നന്നായിട്ട്. ഇപ്പോൾ തിള വന്നിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് ആ ഒരു പാകം ആ പുളിയൊക്കെ നല്ല ചേർന്ന് കിട്ടണം. ആ ഒരു സമയത്ത് നമ്മൾ ചാള ഇട്ട് കൊടുക്കുകയാണ്.
ഇപ്പം നമ്മുടെ കറി നല്ലോണം തിളച്ച് ചാളയൊക്കെ കൂട്ടി ആ ഒരു വെളിച്ചെണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ മേലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് അത് കറിയിൽ ഒരു ടേസ്റ്റ് കിട്ടും.